എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രുചിയോറും പാൽക്കപ്പൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ നല്ലൊരു ബീഫ് കറീൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രണ്ടും അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയും നല്ലൊരു ബീഫ് കറിയും. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നല്ലൊരു പാൽക്കപ്പയും ബീഫ് കറിയും റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ പാൽക്കപ്പ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ കപ്പ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓൺ ചെയ്തിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒന്നിക്കിൽ ഇതുപോലെ പാത്രത്തിൽ വേവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയണം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണ്ട ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇതുപോലെ വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി ഒന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 ചെറിയ ഉള്ളിയും 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതാ 2.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1-ാം പാൽ 2-ാം പാലൊന്നുമില്ല, അരമുറി തേങ്ങ ചിരകിയതിൻ്റെ പാലാണ് എടുത്തിന്. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിക്കണം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കുക. അപ്പോഴത്തേക്ക് ഈ കപ്പയെല്ലാം നന്നായിട്ട് വെന്ത് ഈ തേങ്ങാപ്പാലെല്ലാം കപ്പയിലേക്ക് പിടിച്ച് നല്ലതുപോലെ ഇതാവും. അന്നേരം ഇതുപോലെ തുറന്നിട്ടൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഉടയാത്ത കപ്പയെല്ലാം ഉണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ പൊട്ടാറ്റോ മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. മുഴുവനായിട്ട് അങ്ങ് ഉടയണ്ട, കുറച്ച് ഇങ്ങനെ കടിക്കുന്ന രീതിയിൽ നല്ലോണം ഉടയാതെ കിടക്കുന്നതെല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. അത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പം മുഴുവനായിട്ട് മഷി പോലെ ഉടച്ചു കൊടുക്കണ്ട, ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളോട് കൂടി ഉടച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടെ ഒന്ന് വറ്റാനുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റും കൂടെ വെക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഇപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകിയിട്ടുണ്ട്. ഒരുപാട് നല്ലോണം അങ്ങ് കുറുകി പോകണ്ട. നമ്മളിത് ഓഫാക്കി കഴിഞ്ഞാൽ ചൂടൊന്ന് പോകുന്ന സമയത്ത് വീണ്ടും കുറുക്കും. അതുകൊണ്ട് ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പോളം തേങ്ങാപ്പാൽ വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് തിളച്ചതിന് ശേഷം ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിന്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിതാ ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിയിട്ടാകുമ്പോൾ ഇതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3-4 വറ്റൽ മുളക് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് കറിവേപ്പില ഒന്ന് പൊട്ടിയിട്ടാകുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച പാൽക്കപ്പയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽക്കപ്പ കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ചൂട് ആറുമ്പോൾ കുറച്ച് തിക്കാവും, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലൂസിൽ അടുപ്പ് ഓഫ് ആക്കിയതിന്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുക. ഇനി കുറച്ചും കൂടെ ചൂടാറുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും കേട്ടോ. അപ്പോൾ നമ്മൾ താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് മാറ്റി വെക്കാം. അങ്ങനെ രുചിയൂറും പാൽക്കപ്പയുടെ റെഡി ആയിട്ടുണ്ട്. താളിച്ചത് ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് കഴിക്കാം. ഇനി നമുക്ക് പാൽക്കപ്പൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ബീഫ് കറി കൂടെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 3 ഏലക്കായി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഏലക്കായി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട. ഒന്ന് കുത്തിച്ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് ഏലക്കായി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാളയെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക്
ഞാനിതാ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റുന്ന സമയത്ത് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റിക്കോ, എന്നാൽ തക്കാളി പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇതാ ഉപ്പും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ഒന്ന് വെന്തുടയാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 മിനിറ്റോളം കുക്കറിൻ്റെ മൂടി കൊണ്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അടച്ച് വെക്കുന്ന സമയത്ത് വെയിറ്റ് ഊരി മാറ്റുക. അങ്ങനെ ഇതാ 2 മിനിറ്റോളം അടച്ച് വെച്ചിട്ടുണ്ടേനു. അതൊന്ന് തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ 600 ഗ്രാം എല്ലോട് കൂടിയ ബീഫാണ് ഞാൻ എടുത്തത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത ബീഫാണ്. അത് വിട്ടിട്ട് എല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ബീഫ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് പച്ചവെള്ളം ഒഴിക്കണ്ട, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. 1/2 കപ്പോളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് ഒരു 4-5 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ബാക്കി ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. ഓരോ ബീഫിലും വേവിൻ്റെ വ്യത്യാസം ഉണ്ടാവും, അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. ഇനി ഞാനിതാ മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അത്യാവശ്യം ഒന്ന് ചൂടായി വന്നേരം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ടിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഞാനിതാ ഒരു 10 ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേനു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ചെറിയ ഉള്ളി ബീഫിൽ കറിയിലെല്ലാം ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് കയ്യിലുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളകും കൂടെ കട്ട് ചെയ്തത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ ബീഫ് ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 4 വിസിൽ വന്നപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടേനു. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുറച്ച് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. നമ്മൾ 1/2 കപ്പേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ, പക്ഷേങ്കിൽ ഒരുപാട് വെള്ളമുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഉപ്പെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിൽ ഉപ്പെല്ലാം കറക്റ്റാണ്. എന്നിട്ട് ഇതാ നമുക്ക് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കണം. അതാ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തുറന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. തിളക്കാനായിട്ട് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അത് മറക്കരുത്. അങ്ങനെ ഇതാ നല്ലതുപോലെ തിളച്ച് ഗ്രേവിയെല്ലാം അത്യാവശ്യം ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ലൂസിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കുക, തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കുക. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആകുമ്പോൾ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം. അങ്ങനെ ഇതാ ചെറുതായിട്ട് വീണ്ടും ഒന്ന് തിളച്ചിട്ടുണ്ട്. നമ്മുടെ കറി കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ചൂടോടെ തന്നെ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ലൊരു ബീഫ് കറി കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് കറിയാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിലിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് കറിയാണിത്. പിന്നെ പാൽക്കപ്പൻ്റെ കൂടെ പിന്നെ പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. പാൽക്കപ്പക്ക് ഒന്നിക്കൽ ബീഫ് കറി അല്ലെങ്കിൽ മീൻ മുളക് ഇട്ടത് എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ കറി ഇവിടെ സെർവിങ് പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ കൂടെ ഒന്ന് സെർവ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ ഇതുപോലെ കുറച്ചും കൂടെ ഒന്ന് കുറുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് പാൽക്കപ്പ വേണ്ടത്. അപ്പം നമുക്ക് ചൂടോടെ തന്നെ പാൽക്കപ്പയും നല്ല ചൂടില്ല ബീഫ് കറിയും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.